ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. കേരളത്തിന്റെ നമ്മുടെ മന്ത്രിമാർ ചെയ്യുന്ന നന്മകൾ, മുഖ്യമന്ത്രിയുടെ നന്മകൾ കുറച്ചു ദിവസമായി ചാനലുകാർ കാണിക്കുന്നത് ഈ ജനസമ്പർക്ക പരിപാടി എന്തിനാ? പരാതിക്കാർ കുറഞ്ഞിക്കണ്. എന്താ അതിന്റെ അർത്ഥം? ഒരു പള്ളിക്ക് നേർച്ച നടത്തുമ്പോൾ ചോറിന് ആള് വരല് കുറഞ്ഞ എന്താ ഇതിന്റെ അർത്ഥം? ആൾക്കാർക്കൊക്കെ അതിനോടുള്ള താല്പര്യം കുറഞ്ഞു. നമുക്കിപ്പോ തിന്ന അത്യാവശ്യം ഉണ്ട് തോന്നിയാൽ പിന്നെ വല്ലാതെ കൊടുക്കും വാങ്ങാൻ പോവില്ല. അതാണ് പരാതി പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആളുകളെ വിഷയത്തിൽ കുറവ് വന്നിട്ടുണ്ടോ അതല്ലേ ചാനൽ ചെക്ക് ചെയ്യേണ്ടത്. പകരം എന്ത് ചെയ്തു? അത് ഒരു പരാജയമായിട്ടെടുത്തിട്ട് വളരെ മോശമാക്കി എങ്ങനെയാണോ ചിത്രീകരിക്കാൻ പറ്റുക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു മഴക്കെടുതി, അതിനുശേഷമുള്ള റോഡ്, അതാണ് ഇപ്പൊ ചർച്ച. ഇബ്രാഹിം കുഞ്ഞ് അന്ന് ഇതൊക്കെ ഇങ്ങനെ ആക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ മഴക്കാലത്ത് നമുക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. തോമസ് ഐസക് ഇടക്കാലത്ത് വന്നിട്ട് എത്ര കിട്ടിയത്? കുഴിയെണ്ണായിരുന്നു. ഇബ്രാഹിം കുഞ്ഞ് ചെയ്ത നന്മയെ കുറിച്ച് ചർച്ചയില്ല. നമ്പർ 1 മിനിസ്റ്റർ ആലുവ ശിവരാത്രിക്ക് പോകുന്ന സ്ഥലത്തിന്റെ എഴുതി വെച്ചിട്ട് നമ്പർ 1 മിനിസ്റ്റർ എന്താ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രൂപത്തിൽ ഇത്രയേറെ പ്രവൃത്തി. ഇനി വരാൻ പോകുന്നത് ഈ മഴക്കാലത്തിന് ശേഷം അത്രയും ടെൻഡറുകളാണ് എല്ലാ സ്ഥലത്തും. ഏൽപ്പിച്ച ഡ്യൂട്ടി 43 പുതിയ നിയമങ്ങളാണ് കേരളത്തിൽ ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയത്. അതിലൊന്ന് മാത്രം ഞാൻ പറയാം. ഒരു 18 വയസ്സായ ഒരു ചെറുക്കം വീട്ടിലുണ്ടെങ്കിൽ അമ്മാക്കും ബാപ്പാക്കും പെൻഷൻ ഉണ്ടായിരുന്നില്ല. ഒരു കഷ്ടപ്പാടായിരിക്കും, പക്ഷെ വയസ്സ് ഓന് 18 ആയതുകൊണ്ട് നയിക്കാൻ പോണ മോനാണ് എന്ന കാരണം പറഞ്ഞ് പെൻഷൻ ഇല്ലാത്തൊരു അവസ്ഥ. 18 വയസ്സായ ആൺകുട്ടി കാർഡിൽ ഉണ്ടായാലും ഉമ്മാക്കും ബാപ്പാക്കും പെൻഷൻ കൊടുക്കാം. ഒരു ഭേദഗതി, ഒരു പുതിയ തീരുമാനമാണ്. അങ്ങനെ 43 പുതിയ ഓർഡറുകളാണ് ഈ ഗവൺമെന്റ് ഇറക്കിയത്. നിങ്ങളൊന്ന് ആലോചിക്കണം. കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ ക്ഷേമ രംഗത്ത് എന്തെല്ലാം നന്മകൾ ചെയ്ത് ഈ ഗവൺമെന്റ് പോകുമ്പോ അതിനെയൊക്കെ എങ്ങനെയെങ്കിലും വിലങ്ങുതടിയായി നിന്ന് ആളുകൾക്കിടയിൽ അതിനെ ചെറുതാക്കി കാണിച്ച് മുസ്ലിം ലീഗിനെ എതിർക്കുക എന്ന കേവല ലക്ഷ്യ താല്പര്യത്തിനു വേണ്ടി ഈ രാജ്യത്ത് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ആളുകളുടെയൊക്കെ ലക്ഷ്യം എന്താ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വന്നാലുള്ള സ്ഥിതി എന്താണ് എന്ന് ബംഗാളിൽ കണ്ട ശേഷമാണ് ഇപ്പൊ മമതാ ബാനർജി പോലീസുകാരുടെയും ജഡ്ജിമാരുടെയും VIP-കളുടെയും വാഹനത്തിൽ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ കളർ വരെ പച്ചാക്കി. ആലോചിക്കണം നിങ്ങള്. ചുവപ്പ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വരെ വിധി വാങ്ങിയിട്ടാണ് അവിടെ നടത്തുന്നത്. മമത എന്ന് പറയുന്ന ഒരു പെണ്ണ് അടിച്ച് നിരത്തിയിട്ട് CPM-ന്റെ എല്ലാ മേൽക്കൊയ്മകളെയും തകർത്തുകൊണ്ടാണ് ബംഗാളിൽ നീങ്ങുന്നത്. എന്നാൽ എത്ര വിശാല മനസ്കതയോടെയാണ് മന്ത്രിയൊക്കെ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നു, സംസാരിക്കാമെന്ന് പറയുന്നു. 14 കേസ് ഈ വിഷയത്തിലുണ്ടായതിൽ നല്ലൊരു ശതമാനം അവരെ കാലത്തുണ്ടായത്. അത്രയും കേസിൽ പ്രതി പരിക്കണം. അതെങ്ങനെ സിവിൽ കേസായി എന്നുള്ളത് പരിശോധിക്കണം. മാത്രല്ല ജാമ്യത്തിൽ ഇറങ്ങുമ്പോ അവർക്ക് വെച്ച എന്തൊക്കെയായിരുന്നു ഷർത്തുകൾ, വ്യവസ്ഥകൾ എന്താണ് എന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞു നമുക്ക് മൊത്തം തന്നെ അന്വേഷിക്കുക. അത് പറ്റൂല, ഞങ്ങൾ കുടുങ്ങണത് പാടില്ല, നിങ്ങൾ കുടുങ്ങണത്. അതേത് അന്വേഷണ? അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാവും. ഉമ്മൻചാണ്ടി ഒരു ഭയമില്ലാതെ പറയുന്നു ഞാൻ അതിനെ നേരിടാൻ തയ്യാറാണ്. ഞാൻ ചോദിക്കട്ടെ, രാജിവെച്ചേ ഞങ്ങൾ എന്നിട്ടാണ് ജുഡീഷ്യൽ അന്വേഷണം എന്ന് കേട്ടപ്പോഴേക്ക് ഞങ്ങൾ സമരം പിൻവലിച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നിട്ട് പറയാ ഞങ്ങൾ ഇനി മൂപ്പരെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. ഇന്ന് ഓരോ ബ്രാഞ്ചിൽ നിന്നും 4 കേഡർമാർ, 4 CPM കേഡർമാരുടെ നേതൃത്വത്തിലാണ് വന്ന് തടയാൻ വേണ്ടി വന്നത്. അവിടെ ലക്ഷങ്ങൾ അണിനിരന്നിട്ട് കണ്ടില്ലേ, സെക്രട്ടേറിയറ്റിലേക്ക് പോകാൻ ഒരു ഡോർ അവിടെ ഒഴിവാക്കിയിട്ടില്ല. എന്താ കാരണം? നമുക്ക് ഗതിമുട്ടുന്ന സമയത്ത് ഇതൊന്ന് നിർത്തുമെന്ന് ചോദിക്കാൻ പോകാൻ ഒരു വാതിൽ വേണ്ടേ? ഇതൊന്ന് നിർത്തിത്തരുമെന്ന് ചോദിക്കാൻ ഒരു വാതിൽ, അതിനൊരു വാതിൽ വെച്ചിട്ട് അങ്ങനെ അണികൾക്കിടയിൽ ആകെ എന്തിനാ പോയതെന്ന് പിടുത്തല്ല. അങ്ങാടിയിലൊക്കെ ഈച്ചക്ക് വീടിയും വെച്ചിരിക്കുന്ന ആൾക്കാരോടൊക്കെ 1500 ഉറുപ്പ്യ തരാൻ തന്നിട്ട് ഓനെ പിക്കപ്പിക്ക് കൊണ്ടുപോയിട്ട് ഈ സാധുക്കൾ അവിടെ പോയി വെറുതെ ആട്ടവും പാട്ടവും കണ്ടിട്ട് ഒരു മാനമര്യാദക്ക് അല്ലേ സമരം വ്യതിചലിക്കുന്നു എന്ന് കാണുകയാണ് നമ്മള്. പിറ്റേ ദിവസം വനിതകളായുള്ള ജീവനക്കാരികളെ കൂക്കുകയാണ്. അതേപോലെ ബൈക്കിൽ പോകുന്നവരെ, ബസ്സിൽ നിന്ന് പോകുന്നവരൊക്കെ ഇറക്കി വിടുക. മന്ത്രിമാർക്കെതിരെ എന്ന് പറഞ്ഞവർ പല മന്ത്രിമാരും അതിന്റെ മുന്നിലൂടെ പോവുകയാണ്.
പിന്നെ CPI ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഒരു മാറ്റം. പന്നിന്റെ വീതരങ്ങായിരുന്നു. പിന്നെ രാപ്പകൽ സമരം നടത്തി, നീരിറങ്ങിയിട്ട് നീറ്റ് പോയതാണ്. അന്ന് നല്ല മഴക്കാലത്തായിരുന്നു. പന്ന്യൻ രവീന്ദ്രനും അച്യുതാനന്ദനൊക്കെ അടുത്തെടുത്തിടാക്കുന്ന സമരം. അതിൽ വിജയം കണ്ടില്ല. അനിശ്ചിതകാലം എന്ന് പറഞ്ഞ 2 ദിവസമല്ല, ഒരു നിശ്ചയമില്ല, ഇങ്ങനെ പോകുന്ന അതിന്റെ അർത്ഥം എന്താ? തിരുവനന്തപുരത്തെ നഗരവാസികൾക്ക് ഇവരെ 2 ദിവസത്തെ ഇരുത്തം കൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? തിരുവനന്തപുരത്തെ CPM യൂണിയന്റെ ആളുകൾ പറയുന്നു, വെറുപ്പിച്ചു ആളുകളെ. കുറച്ച് ജീവനക്കാർക്കിടയിൽ ഇവർക്കൊരു സ്വാധീനം ഉണ്ടായിരുന്നു, അതില്ലാതായി. 1. ഇനി ആകെ കൂടി പച്ചപാവങ്ങളായ കുറച്ച് മനുഷ്യന്മാരും കൂടി ഇവരെ പറ്റി മനസ്സിലാകാത്തത്. അത് ജനസമ്പർക്കത്തിന് വരുമ്പോ തടിയുമ്പോൾ ഓൽക്കും മനസ്സിലാവും. കുറച്ച് കഷ്ടപ്പെടുന്ന ആളുകളെ ഇവരിങ്ങനെ നിർത്തിയാൽ ധാരെ കൊണ്ടാണെന്ന് വരുമ്പോ ആംബുലൻസിൽ വരുന്ന രോഗി എന്ത് തെറ്റാ ചെയ്തത്? ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടിയിലൂടെ നേടിത്തന്ന കാര്യങ്ങളെ വികലാംഗരും വയോവൃദ്ധരും അതുപോലെ തന്നെ എല്ലാ നിലക്കും ആവശ്യരുമായിട്ടുള്ള ആളുകൾ പറയുന്നത് കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിട്ട് കാണിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജ്യത്തിന്റെ നന്മയെ ആഗ്രഹിച്ച് നീങ്ങുക. അതാ മുസ്ലിം ലീഗ് ചെയ്യുന്നത്. നമ്മൾ യതീമാകും എന്നാരും വിശ്വസിക്കണ്ട. മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് ചെയ്തു പോരുന്ന നന്മകൾ അത്ര മഹത്തര. മറ്റന്നാൾ മലപ്പുറം ജില്ലയിൽ മാത്രം നമ്മൾ പ്രഖ്യാപിച്ച ബൈത്തുർ റഹ്മാൻ, മറ്റന്നാൾ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ബൈത്തുർ റഹ്മയുടെ ചടങ്ങിലാണ് ഈ വിനീതനും ബഹുമാനായ തങ്ങളും ഞങ്ങൾ കരിപ്പൂരിന്ന് രാവിലെ പോയി ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അൽഹംദുലില്ലാ 51 വീട് മലപ്പുറത്ത് മാത്രം പ്രഖ്യാപിച്ച മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് ഇത് പോയി. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം മണ്ഡലം മാത്രം 16 വീട് അബുദാബിയിൽ കഴിഞ്ഞ മാസം ഞങ്ങൾ പങ്കെടുത്തു ആ പരിപാടിയിൽ. എന്ന് മാത്രമല്ല, മറ്റോലെ ഇതിന്റെ അനുഭവം അല്ലെങ്കിൽ നമ്മോടുള്ള ഒരു മമതയുടെ ആഴം നമ്മളൊക്കെ മനസ്സിലാക്കാൻ നന്മകൾ ചെയ്ത് നീങ്ങുന്ന ഒരു പാർട്ടി ഈ രാജ്യത്ത് ജനാധിപത്യം തകരാറിലാകുന്ന ഏത് പ്രതിസന്ധിയിലും ഓടി വന്നുകൊണ്ട് ഞങ്ങൾ നടത്തുന്നു. എന്നാ ഞങ്ങൾ ഇവിടെ പറഞ്ഞ പോലെ പരിസ്ഥിതി വരെ ഞങ്ങൾ ചർച്ച ചെയ്തു. പരിസ്ഥിതി ചർച്ച ചെയ്തു. നിങ്ങളിപ്പോ നിങ്ങളെ പരിതസ്ഥിതിയാ ചർച്ച ചെയ്യണം. അതാ വ്യത്യാസം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ രാജ്യത്ത് പറവകൾക്ക് വെള്ളം കൊടുക്കാൻ കൽപ്പിച്ചിട്ട് ഹൈദരലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തിട്ട് പറവകൾ പാതി വന്നിരിക്കുന്ന മരക്കൊമ്പത്തിൽ ചാക്കിടൂക്കി അതിനും വെള്ളം കൊടുത്ത MSF. മരിക്കാൻ നേരത്ത് MSFന്റെ തളിപ്പറമ്പിലെ ഖജാൻജി ഷുക്കൂറിന് വെള്ളം കൊടുക്കാത്തവര് ചിന്തിക്കേണ്ടതാണ്. വ്യത്യാസം വളരെ വലുതാണ്. ഞങ്ങൾ ബൈത്തുർ റഹ്മാൻ ചടങ്ങുകളിൽ ഓരോ വീട്ടിലും കയറി ചെല്ലും. ആ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ട്. കണ്ണ് വീഴ്ചാൽ ഒരു വീട് ചാക്ക് മറച്ച് കിടന്നിരുന്ന സദാനന്ദന്റെ അമ്മ അറിയണം നിങ്ങള്. സദാനന്ദന്റെ അമ്മ പെരിന്തൽമണ്ണയിൽ ഞാൻ സ്വാദിക്കളി തങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ കാലും നീട്ടിയിരിക്കുന്ന ആ വാതരോഗിയായ ആ സഹോദരിയെ ചുമരിൽ ഇങ്ങനെ ചാരിയിരുത്തിയിട്ടുണ്ട്. വല്ലാത്ത സന്തോഷങ്ങൾ. ഇന്നാണ് എന്റെ അമ്മ സംസാരിച്ചത്. പറയാൻ സദാനന്ദൻ, ഓട്ടോറിക്ഷ ഡ്രൈവറായ സദാനന്ദൻ പറയാൻ, എന്റെ അമ്മ കുറച്ചു കാലത്തിന് ശേഷം സംസാരിച്ചത് അമ്മയുടെ ദുഃഖം ചോർന്നൊലിക്കുന്ന വീടായിരുന്നു. സ്വപ്നായിരുന്നു, ഉറക്കത്തിൽ പോലും കാണൂല. പക്ഷെ ലീഗിന്റെ മക്കള് വാതിൽ മുട്ടിയിട്ട് പറഞ്ഞു, ഒരു പെര അവിടെ റെഡി ആയിട്ടുണ്ട്, ഒന്ന് പാർക്കോ. ആ താക്കോല് വാങ്ങിയിട്ട് ഞങ്ങൾ അതിലേക്ക് കയറി ചെന്നപ്പോ കണ്ടോ, ഒരു വീടുണ്ടാക്കുന്നവൻ ആദ്യം തറ കാണും, പിന്നെ ചുമര് കാണും, പിന്നെ ഓരോ ഘട്ടമായിട്ടാ കാണുക. എന്നാൽ ഇവരങ്ങനെയല്ല. കണ്ണു വിളിച്ചപ്പോ കണ്ണിന്റെ മുമ്പിൽ എന്റെ പൊന്നു തങ്ങളെ പേരിൽ ഒരു ബൈത്തുർ റഹ്മാൻ. തങ്ങളമ്പുരാൻ കയറും പറഞ്ഞതാ. തങ്ങളമ്പുരാൻ കയറി എന്റെ വീട്ടുകാദ്യം. പല വീടുകളിലെയും ചുമരിൽ ശ്രീ ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ഐശ്വര്യം എന്നെഴുതി വെച്ചിരിക്കുന്നു. അതിന്റെ താഴെ എന്റെ പൊന്നു ശിഹാബ് തങ്ങളുടെ ചിത്രം വെച്ച് ബൈത്തുർ റഹ്മാൻ എഴുതിയ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലരും കയറിയിരിക്കുന്നു. അറിയോ, ഇത് ഞങ്ങള് രാഷ്ട്രീയം നോക്കിയിട്ടില്ല, ജാതി നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല. സേവ് യുവർ ലൈഫ്, സേവ് യുവർ ഫാമിലി. UAE-KMCC രോഗികളായി ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഹൃദയ ശസ്ത്രക്രിയക്ക് 5 കാശില്ലാത്ത സാധുക്കൾക്ക് ഫുൾ ഫ്രീ മിഷൻ മിംസ് ആശുപത്രിയുമായി സഹകരിച്ച് KMCC 100 ആളെയാണ് തെരഞ്ഞെടുക്കുന്നത്. 17 ആളുടെ ആദ്യത്തെ സർജറി കഴിഞ്ഞു. ഹൈദരലി തങ്ങളാണ് ആ നറുക്കെടുപ്പിൽ പങ്കെടുത്തത്, ആ സെലക്ഷനിൽ പങ്കെടുത്തത്. ആദ്യം കിട്ടിയ ആളെ പേരെന്താണെന്നറിയാം? ആദ്യം കിട്ടിയ ആള് മട്ടന്നൂരിലെ DYFI പ്രവർത്തകനായ സുരേഷ്.
സുരേഷിന്റെ ഭാര്യ മാതൃഭൂമിയോട് പറഞ്ഞൊരു വർത്താനുണ്ട്, ഇതിന് ഞങ്ങൾ എന്തു പകരം തരണം എന്നാലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. പാവട്ടോ ഇങ്ങനെ ഒരു വീട്, ബൈപ്പാസ് സർജറി കണ്ടോ, VIP ചികിത്സ എന്നെല്ലാരും പറയാറ്. 2 ലക്ഷത്തിനപ്പുറം വരുന്ന ആ ചികിത്സ KMCC നടത്തുന്നു പ്രവർത്തനങ്ങൾ. ഞാനിപ്പോ കഴിഞ്ഞ നോമ്പ് 1 ഹർത്താൽ ദിനത്തില് ഇവിടെ നോമ്പ് 1 നമ്മുടെ നാട്ടിൽ നടക്കുമ്പോ ഖത്തറിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഈ വിനീതന് പങ്കെടുത്ത ചടങ്ങ് സക്രിയ എന്ന് പറയുന്ന പരിപാടിയാണ് ഖത്തറിൽ. എന്താ സംഭവം? ഗൾഫിൽ മരിച്ച മയ്യത്തുകൾ അറബി തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ, കമ്പനി തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ, ഉമ്മാക്കും ബാപ്പാക്കും കുടുംബത്തിനും അവന്റെ ജനാസ വേണം എന്നാഗ്രഹിച്ചാൽ ആയാൽ നടത്തിക്കുന്ന പദ്ധതിയാണ് സക്രിയ. ഞാൻ ചോദിച്ചു, ഇത് എന്നുണ്ടാക്കിയ കമ്മിറ്റിയാ? 2009. ആകെ പങ്ങൾ എത്ര മയ്യത്ത് കൈകാര്യം ചെയ്തു? 321. ഒരു മയ്യത്ത് കൊണ്ടുപോകാൻ ഒട്ടേറെ ചെലവ് വരുമോ? 1 ലക്ഷമെങ്കിലും കയറി വന്നാ വേണം. 1 ലക്ഷം രൂപ ഒരാൾക്ക് ഒരു ഡെഡ് ബോഡിക്ക് ചെലവാകുമ്പോൾ 321-ന് 3 കോടിയിൽ പരം രൂപയായി. ആലോചിക്കണം. ഞാൻ ചോദിച്ചു, മലയാളികൾ എല്ലാവരും ഇതിന്റെ അനുഭവമുണ്ടോ? ബന്ധുക്കൾക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? മലയാളികളോ? ഇന്നലെ മരിച്ചത് സുഡാനിയ. ഇന്ന് ഞങ്ങൾ പോകുന്നത് ശ്രീലങ്കക്കാരിയുടെ മയ്യത്ത്, അത് പരിപാലിക്കാൻ വേണ്ടിയാണ്. വാഴക്കാട്ടെ നമ്മുടെ ഒരു പ്രവർത്തകൻ, ഈട്ടിയുടെ നാട്ടിലെ ഒരു പ്രവർത്തകനുണ്ട്, സിദ്ദീഖ് വാഴക്കാട്, ഖത്തറിലെ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സ്വന്തം വീട്ടിൽ കുടുംബത്തിലാരെങ്കിലും മരിച്ചാ ഓടി നടക്കുന്നത് പോലെ ഓടിയിട്ടായി മക്കൾ. അവനാന്റെ ജോലിക്കിടയിൽ വിവരം കിട്ടിയ അതവിടെ ഇട്ടെറിഞ്ഞ് വന്നിട്ട് ഇത് സഹായിച്ചിട്ട് ഈ ഡെഡ് ബോഡി നാട്ടിലെത്തിക്കാൻ KMCCയുടെ ചെലവിൽ. അത്ഭുതപ്പെട്ടു പോയി. ഒരു ദിവസം ആക്സിഡന്റിൽ 5 ഡെഡ് ബോഡി. ആലോചിച്ച് നോക്കൂ, 5 ലക്ഷം രൂപ. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഈ പരുവത്തിൽ നിർത്തിയ, ഈ നന്മയിൽ നിർത്തിയ ഈ പച്ചക്കൊടിയുടെ ആദർശ പ്രസ്ഥാനത്തിന് പിന്നെ എവിടെ തളരാനാണ്? അതാ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഏത് കോലത്തിൽ നിന്നാലും നമുക്ക് കിട്ടുന്നതൊക്കെ ലാഭം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയണിയും ഭീഷണിയും ഒക്കെ മുഴക്കി മുസ്ലിം ലീഗിന്റെ സംഘശക്തി ഇന്ന് ാണോ ഹിന്ദുവാണോ അങ്ങനെ ജാതിയും മതവും നോക്കി ആളുകളെ പത്രക്കാര് ചോദിക്കും, ചീഫ് മിനിസ്റ്റർ ഇൻ കേരള, കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരാണ്? അച്യുതമേനോൻ പറയും. അതൊക്കെ ആ മഹാൻ പറയും. ആരാ? നീളം കുപ്പായം, നീണ്ട തലേക്കെട്ട്, അറബിക്കഥയിലെ രാജകുമാരനെ പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ അരങ്ങ് അടക്കിയമാണ് ആ രാജപ്രതാപി. ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ. ബാഫഖി തങ്ങളെ പൊതുചടങ്ങിന്, ബാഫഖി തങ്ങളെ സ്മരണിക മുറിച്ചുകൊണ്ട് മന്ത്രിമാരൊപ്പം, EMS നമ്പൂതിരിപ്പാട് അടക്കമുള്ള മന്ത്രിമാരൊപ്പം ബാഫഖി തങ്ങളെ തറക്കല്ലിടാനും ബാഫഖി തങ്ങളെ ചടങ്ങിന് കൊണ്ടുപോകുന്ന പിക്ചറുകൾ കാണാൻ, ചിത്രങ്ങൾ. ഇന്ന് തങ്ങൾക്ക് അഭിപ്രായം പറയാൻ വയ്യ. തങ്ങളാണ് ഇത് വട്ടം കൂട്ടി ലെവലാക്കി കണ്ട് കൈ കൊടുക്കുന്നത്. എന്നിട്ട് ചിലർ ചോദിക്കുന്നു, ആരായി തങ്ങൾ? സൂപ്പർ മുഖ്യമന്ത്രിയോ? ഇവരാരായി ഇത് പറയാ? പഴയ തങ്ങൾ പോലല്ല ഈ തങ്ങൾ. ഞാൻ പറയാറുണ്ട്, എന്താ പഴയ തങ്ങൾക്ക് വ്യത്യാസം, ഈ തങ്ങൾക്ക് വ്യത്യാസം? പഴയ തങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയായിരുന്നു, ഈ തങ്ങളും കൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. ചിലരെ ആക്ഷേപത ഞാൻ പറയലുണ്ട്. മുമ്പൊരു നോമ്പുതുറ മജ്‌ലിസിൽ എല്ലാവരും ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം തിന്നുകയാണ്. മുദരിസുണ്ട്, മുത്താലിമീങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്, പലരും ഉണ്ട്. എല്ലാവരും കൂടിയിരുന്ന് ഈ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ സർവകക്ഷി നോമ്പുതുറയാണ്. അതിൽ നല്ല കാഞ്ഞ വളവന്മാരായ തീറ്റപ്രിയര് നല്ല കുറുകുകളും കഷ്ണങ്ങളൊക്കെ എടുത്ത് അവനാന്റെ മുന്നിലേക്ക് നിരക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ അതിലൊരു മുത്താലിം, വലിയൊരുട്ടി, ഒരു 5 കൊറുകെടുത്ത് പേപ്പർ ചീന്തിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചു. ഇത് കണ്ടപ്പോ മുദരിസ് പറഞ്ഞു, മോനെ, റസൂലുള്ള അങ്ങനൊന്നല്ലായിരുന്നു, ഇതിനൊക്കെ ഒരു ആദവും ഒരു മര്യാദയൊക്കെ ഉണ്ട്. ആ കുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഒരു 1.5 മറുപടിയാണ്. എന്നാ കുട്ടി പറഞ്ഞേ പറയാ, ഉസ്താദെ, റസൂലുള്ളാന്റെ ഒപ്പം വട്ടത്തിലുണ്ടായിരുന്നത്, ആ കൂട്ടത്തിലിരുന്നത് അബൂബക്കർ ഉമറും ഒക്കെ ആയിരുന്നു. ഇത് ഉമ്മാതിരത്തെ സൈസോളാ, ഞാൻ ഇത് കയ്യിലെടുത്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കും കിട്ടൂല എന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ കൂട്ടത്തിലുള്ളതിനനുസരിച്ചിരിക്കും, അല്ലാണ്ട് ഞങ്ങളെ തങ്ങൾക്കൊരു മാറ്റമില്ല. കൂട്ടം ക്ലിയർ ആണോ? ഞങ്ങൾ ക്ലിയർ ആണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ഈ മുന്നണി സംവിധാനത്തെ നിർത്താനും ഈ ഭരണത്തെ കൊണ്ടുപോകുന്നതിൽ ഏറെ മികവും പുലർത്തുന്നതിൽ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരും നേതാക്കളും വഹിച്ച പങ്ക് എത്രയാണ്?